ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇന്ന് 97 പോയിന്റ് മൂവ് ചെയ്ത്. അത് മാത്രമല്ല, നിഫ്റ്റി 24,000 മുകളിൽ വളരെ ശക്തമായിട്ട് നിലയുറപ്പിച്ചു. സെൻസെക്സ് 347 പോയിന്റിൻ്റെ ഒരു റാലിയാണ് കണ്ടത്. പ്രധാനമായിട്ടും ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഒരു ബൈയും കണ്ടു. ഡിഫൻസ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഭാരത് ഡൈനാമിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡും പാരാസ് ഡിഫൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് റാലി രേഖപ്പെടുത്തി. ഈ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതൽ ഓർഡറുകൾ ഉണ്ടാകും എന്നുള്ള ഒരു ന്യൂസാണ്. കൂടാതെ ഇന്ന് ബാങ്കിങ് സെക്ടർ ഒന്ന് മൂവ് ചെയ്തു. ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും ഹിൻഡൽകോയും എറ്റേണലും ടാറ്റ സ്റ്റീലും എല്ലാം തന്നെ പോസിറ്റീവായിട്ട് റാലി ചെയ്ത കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ 8% ഇടിവ്. കൂടാതെ തന്നെ സിപ്ലയും ONGCയും ബജാജ് ഫിനാൻസും ഇടിവ് രേഖപ്പെടുത്തി. ആക്സിസ് ബാങ്കും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലോബലി മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4328, സിൽവർ 70, ബിറ്റ്കോയിൻ ഇടിഞ്ഞു 64,000-ലേക്ക്, ബ്രന്റ് ഓയിൽ 80 താഴെ തന്നെയാണ്. നാച്ചുറൽ ഗ്യാസ് ഒന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റിൽ കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ റാലി തുടരുന്നു. ഏറ്റവും താഴെ 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്നും ഫർദറായിട്ട് ക്രാഷ് ചെയ്തു. 13 എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് ഓർഡർ കിട്ടുന്നത് ഈ ലോകത്ത് ഡിഫൻസിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ടാണെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു കരാറ് ഇപ്പോൾ 19-ാം തീയതി സൈൻ ചെയ്യും എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയുടെ പുറത്താണല്ലോ മാർക്കറ്റ് എല്ലാം തന്നെ മുന്നേറുന്നത്. പക്ഷേ ട്രംപ് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കരാറ് അദ്ദേഹത്തിന് തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും സൈനിക നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു കരാറ് G7 ഉച്ചകോടിക്കിടെയാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതായത് ഇറാനുമായിട്ടുള്ള കരാറ് 60 ദിവസം താൽക്കാലികമാണ്. അന്തിമ കരാറിലേക്ക് എത്താൻ കൂടുതൽ ചർച്ചകൾ വേണം. ഇറാൻ ആണവ പദ്ധതികൾ, മിസൈൽ ശേഷി, പ്രോക്സി ഗ്രൂപ്പുകൾക്ക്, അതായത് ഹമാസ് ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവയിൽ എല്ലാം തന്നെ ഇളവുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലുള്ള ചർച്ചകളിലേക്കൊന്നും പോയിട്ടുമില്ല. അപ്പോൾ ട്രംപ് വീണ്ടും ഒരു ത്രട്ടനല്ല, കരാറ് ഓക്കെ അല്ല എങ്കിൽ അമേരിക്ക വീണ്ടും ആക്രമിക്കുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. വീണ്ടും ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ IDB ബാങ്ക് ഇന്ന് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. ഗവൺമെൻറ് സ്റ്റേക്ക് സെല്ല് ചെയ്യുമെന്നുള്ള ഒരു ന്യൂസാണ്. കൂടാതെ ഇന്ന് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉള്ളത് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ ഇന്ന് വരും. ഇന്ന് ഈസ്റ്റേൺ ടൈം 6 മണിക്ക് വരും. അതായത് നമുക്ക് നാളെയാണ് അതിൻ്റെ ഇമ്പാക്റ്റുകളെല്ലാം തന്നെ മാർക്കറ്റിൽ കിട്ടുക. മാർക്കറ്റ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുമോ, അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ മാർക്കറ്റിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിഫ്റ്റിയുടെ സ്പോട്ട് 24,100 എന്ന നിലയിൽ 24,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റെസിസ്റ്റൻസ് ആയിട്ട് 24,500 ആക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് PCR എബോവ് 1 എന്ന നിലയിലാണ് ഉള്ളത്. ഇപ്പോഴും നമുക്ക് പല ക്വസ്റ്റ്യനുകൾ, പല സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി, ഹ്യൂജായിട്ടുള്ള പല നേക്കഡ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ, ഭാഗ്യത്തെ മാത്രം മുൻനിർത്തി ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഹെഡ്ജ് ചെയ്യാതെ സെല്ല് ചെയ്യുന്ന ആളുകൾ, ഫ്യൂച്ചർ നേക്കഡായിട്ട് ബൈ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതായത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ഇത് നമുക്കൊരു വീക്കിലി അടിസ്ഥാനത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും. ആസ് ഓഫ് നൗ മന്ത്ലിയിലേക്ക് പോകുമ്പോൾ അത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുള്ള കമ്പനീസിൻ്റെയും എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് നമുക്കൊരു ഹെഡ്ജിങ് ടൂളാണെന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ടെങ്കിൽ കൂടിയും ഇത് ഹെഡ്ജ് ചെയ്യാനായിട്ടല്ലല്ലോ, നമ്മളൊരു ട്രേഡിംഗ് ടൂളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നൊരു ട്രേഡിംഗ് ടൂളായിട്ട് മാറ്റുക, അല്ലാതെ ഭാഗ്യത്തെ മുൻനിർത്തിയുള്ള ട്രേഡ് ഇനിയെങ്കിലും നമുക്ക് ഓപ്ഷനിൽ നിന്ന് അവസാനിപ്പിക്കേണ്ട ഘട്ടം ആയി. കാര്യം ഓപ്ഷനിൽ എല്ലാ ആൾക്കാരും ലോസ് ആണെന്നുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് ഏകദേശം ഒരു 3 വർഷമായി. അപ്പോൾ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ട്രേഡുകളിൽ കാര്യമില്ലല്ലോ. ഇത് പഠിക്കണ്ട എന്ന് പൊതുവെ ആളുകൾ പറയുമ്പോഴും ആളുകൾ ഇത് അറിയാതെ കാശ് നഷ്ടപ്പെടുന്നത് ഒരുപാടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല. NBCCക്ക് ന്യൂഡൽഹിയിൽ അവർക്ക് 2,857 കോടി രൂപയുടെ കൊമേഴ്ഷ്യൽ സ്പേസിൻ്റെ സെയിൽസിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ്. HCL ടെക് IT കമ്പനിയാണ്. വോക്സ് വാഗൺ ഗ്രൂപ്പിൽ നിന്നൊരു പുതിയ മേജർ ഓർഡർ അവർക്ക് ലഭിച്ചു. റെയിൽറ്റെൽ കമ്പനിക്ക് 52 കോടി രൂപയുടെ ഓർഡർ
അവർക്ക് IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ലഭിച്ചു. സിയോക് ടെലമാറ്റിക് കമ്പനി, അവർക്ക് 633 സൈറ്റ് ഓർഡർ വഡാഫോണിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഫിനോലെക്സ് കേബിൾ കമ്പനി, അവരുടെ കമ്മ്യൂണിക്കേഷൻ കേബിൾ റവന്യൂ ഉയരുമെന്നാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ സിയറ്റ് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം തന്നെ പ്രൈസ് വർദ്ധിപ്പിക്കുന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. പ്രോങ്കര കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ബാംഗ്ലൂരിൽ അവർ 800 കോടി രൂപ പുറത്ത് വരുന്ന പുതിയ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തു. പൈൻ ലാബ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയിട്ട് വർത്തിക്കുന്ന കമ്പനിയാണ്. പൈൻ ലാബ് UBS എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ റിലയൻസിനെയും UBS അപ്ഗ്രേഡ് ചെയ്തു. ഡിക്സൺ ടെക് UBS അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ JP മോർഗൻ പോലെയുള്ള പല കമ്പനീസ്, ഡിക്സൺ ടെക്കിനെ JP മോർഗനാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ അവരുടെ വിവോ കൊളാബറേഷൻ കൺഫേം അല്ല എങ്കിൽ കൂടിയും JP മോർഗൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്റ്റോക്കുകളിലും അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. ചില സ്റ്റോക്കുകൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ സമയം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഇതാണ് ഇപ്പോൾ ഇഷ്യൂ. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട്, പുതിയ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഈ ഒരു കരാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇരു രാജ്യങ്ങളും ചായ കുടിച്ച് വളരെ സൗഹൃദപരമായിട്ട് എന്നാൽ പിന്നെ നമുക്ക് കരാറിൽ ഒപ്പിട്ടേക്കാം എന്നുള്ള രീതിയിലല്ല കരാറിൽ ഒപ്പിടാനായിട്ട് പോകുന്നത്. ഇപ്പോഴും അവ്യക്തതകൾ ഒരുപാടുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച്, അതിൽ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റും ഈ ഇവരുടെ ഹിസ്ബുള്ള പോലെയുള്ള ഇവരുടെ സബ്സിഡറി ഗ്രൂപ്പുകൾക്ക് നടക്കുന്ന പിന്തുണകൾ, അല്ലെങ്കിൽ ലെബനാനിൽ നിന്ന് ഇസ്രായേലിലുള്ള പിന്മാറ്റം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു, പാകിസ്ഥാനിൽ വെച്ച് US വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് തവണ ഇതേ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തി പോന്നിരുന്നതാണ്. അപ്പോൾ അതൊന്നും തന്നെ ഫലപ്രദമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ 19-ാം തീയതി നടത്തുന്നത് മേ ബി ഒരു 60 ദിവസത്തെ സീസ് ഫയർ ആണോ, അതോ മുന്നോട്ടുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. മാർക്കറ്റ് ഹയർ സൈഡിലേക്കാണ് പോകുന്നത്. ഇനി ഇത് ഈവൻ യുദ്ധം തീർന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ. ഇനി മാർക്കറ്റിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം വളരെയധികം റെലവൻ്റ് ആണ്. കൂടാതെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ നെക്സ്റ്റ് മന്ത് മിഡോട് കൂടിയിട്ട് നമ്മളുടെ കമ്പനികളുടെ എല്ലാം തന്നെ Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. ആ റിസൾട്ടിലെല്ലാം തന്നെ കമ്പനികളുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടും. അപ്പോൾ അതിൻ്റെയും ഡേറ്റ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. എനിവേ, അത്തരം കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.